Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ബൊലേറോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയുക ഒരു വികാരമാണ് നമ്മൾ ബൊലേറോ എന്ന് കേൾക്കുമ്പോൾ തന്നെ. ഒരു 2000-ൽ ആ ഒരു ടൈം തുടങ്ങി കേട്ട് വരുന്ന ഒരു വാഹനമാണ് ബൊലേറോ എന്ന് പറയുന്നത്. അതിൻ്റെ 2 വാഹനങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ബൊലേറോ നിയോ, ബൊലേറോ നോർമൽ എന്നുള്ളൊരു വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ മഹേന്ദ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കളക്ഷൻസ് ആണ് മഹേന്ദ്ര ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്കൊരു ബൊലേറോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചങ്കെടുപ്പാണ് ശരിക്കും ഇപ്പോഴും നമുക്ക് ബൊലേറോ എന്ന് കേൾക്കുമ്പോൾ. ഈ ഒരു ബൊലേറോയുടെ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൊലേറോ നിയോ, ഒരു നോർമൽ ബൊലേറോയും സ്കോർപ്പിയോയും ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള 2 ബൊലേറോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സ്കോർപ്പിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 2 ബൊലേറോയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിയോനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി രേച്ചസ് കാക്കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഈ ബൊലേറോ നിയോ എന്ന് പറയുമ്പോൾ ഇതൊരു ഫാമിലി കാറാണ്. ഇത് അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക ഒരു XUV ഫാമിലി കാറാണ്. 9 സീറ്ററാണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു XUV ലുക്കും കാര്യങ്ങളും ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രില്ല് ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു സ്ലോട്ടും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രില്ലിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ലോഗോ ട്വിൻ പീക്കിന്റെ ലോഗോ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് വരുമ്പോഴും നമുക്കൊരു ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിന്റെ തൊട്ട് താഴത്തേക്കാണ് നമ്മുടെ ഇതിന്റെ ഫോഗ് ലാമ്പ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു എയർ ഡാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോഴും നമുക്കൊരു 16 ഇഞ്ചിന്റെ അലോയ്സ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത് 2680 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്കൊരു ബ്ലാക്ക് സ്ട്രിപ്പ് പോലത്തെ ഒരു ഗ്ലാഡിങ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. മിറർ വരുന്നത് നമുക്കൊരു ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു മിററാണ് നമുക്ക് ഇതിലും വരുന്നത്. പിന്നെ നമുക്ക് ഫുട് സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു A പില്ലറിലേക്കും C പില്ലറിലേക്കും പോകുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കിലാണെങ്കിലും വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് ഈ ഒരു ഭാഗം വരുന്നത്. പിന്നെ നമുക്ക് തൊട്ട് ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ടെയിൽ ലാമ്പ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു ടെയിൽ ലാമ്പാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. P10 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. P10 പുതിയൊരു വേരിയന്റ് ആണ്. P10 എന്ന് പറയുന്നത് അതൊരു ടോപ്പ് എൻഡ് മോഡലാണ്. 9 സീറ്ററിലാണ് ഈ ഒരു P10 എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഡീഫോഗറും പിന്നെ ഒരു വൈപ്പറും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സ്പെയർ വീല് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സ്പെയർ വീലിന് കവേർഡ് ആയിട്ട് നമുക്കൊരു ബൊലേറോയുടെ ഒരു ബാഡ്ജും പിന്നെ ഒരു ട്വിൻ പീക്കിന്റെ ബാഡ്ജും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുട് സ്റ്റെപ്പും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ ബമ്പറിന്റെ സൈഡിൽ വരും നമുക്കൊരു സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബൊലേറോ നിയോ പ്ലസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. 696 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം 2 പേർക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ 2 ഡുവൽ ടോൺ ആണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബ്ലാക്കും പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബീച്ച് കളറാണ് നമുക്ക് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ടച്ചോടുള്ള ഒരു ബൊലേറോ നിയോ ആണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിൽവർ ഫിനിഷിങ്ങിലുള്ള ഒരു AC വെൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ചെറിയൊരു സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു 9 ഇഞ്ചിന്റെ ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒന്നുമില്ല. നോർമൽ നമുക്കൊരു ബ്ലൂടൂത്ത് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്സ് കോഡും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരും. അതുപോലെ തന്നെ ഒരു നോർമൽ AC കൺട്രോൾസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോയിന്റ് ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗത്ത് നമുക്കൊരു ചാർജിങ് പോയിന്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സെൻട്രൽ കൺസോൾ കാണുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്.
നല്ലൊരു 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പേസ്, നമുക്കൊരു ഫോൺ വെക്കാവുന്ന ഒരു സ്പേസ് ഇതിൽ വരുന്നുണ്ട്. ബൊലേറോ നിയോയിൽ വരുന്ന നമുക്കൊരു 4 പവർ വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും നമുക്കിതിൽ വരുന്നുണ്ട്. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആംറെസ്റ്റ് ആണ് വരുന്നത്. ഇത് 2 കോ ഡ്രൈവർ സീറ്റിലും നമുക്ക് വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ആണെങ്കിൽ നല്ല അപ്പോൾസ്റ്ററി സീറ്റും കാര്യങ്ങളാണ് നല്ല വരുന്നത്. നല്ല കുഷ്യനും കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നോർമലി അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഡോർ പാനലിലേക്ക് പോയാലും അവിടെ നല്ലൊരു പ്രീമിയം ഡോർ ഹാൻഡിലാണ് നമുക്ക് ഇതിലും കൊടുത്തിട്ടുള്ളത്. 4 സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 2 എയർ ബാഗ്സ് നമുക്ക് ഈ 2 ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് വരുന്നത്, ബൊലേറോ നിയോയിൽ വരുന്നത്. ഇതിൽ നമുക്ക് വോളിയം കൺട്രോളും കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നോർമൽ മീറ്റർ കൺസോൾ ആണ് ഇതിൽ വരുന്നത്. നടുക്കായിട്ടാണ് നമുക്കൊരു ഡിജിറ്റലായിട്ട് നമുക്ക് വരുന്നത്. ബാക്കിലും വന്നാൽ അത്യാവശ്യം നല്ലൊരു സീറ്റും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. നല്ല അപ്പോൾസ്റ്ററി സീറ്റുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കവർ ഇട്ടേക്കുന്നുണ്ട്. നമുക്ക് ഒരു ആംറെസ്റ്റിൻ്റെ ഇത് നമുക്ക് തുറക്കാൻ സാധിക്കില്ല. ഇവിടെയും നമുക്കൊരു ആംറെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോർ പാനലിലും പോകുമ്പോഴും നമുക്കൊരു കപ്പ് ഹോൾഡറും ചെറിയൊരു പേപ്പറും കാര്യങ്ങളും നമുക്ക് ഇതിലും സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹുഡ് നോക്കാം. ബൊലേറോ നിയോ പ്ലസിൽ വരുന്നത് 2.2 ലിറ്റർ എംവോക്കിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 2184 cc 3 സിലിണ്ടർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 118 bhp 4000 rpm 250 Nm ടോർക്കുമാണ് നമുക്കിതിൽ വരുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിതിൽ വരുന്നത്. അപ്പം ഇതാണ് നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു വാഹനം. നമ്മുടെ എല്ലാവരുടെയും ചങ്കാണ്, ചങ്കെടുപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ പണ്ട് തുടങ്ങി കണ്ടുവരുന്ന ഒരു വാഹനമായിരുന്നു ബൊലേറോ എന്ന് പറയുന്നൊരു വാഹനം. എന്താ പറയുക, നമ്മൾ കൂടുതൽ പോലീസുകാരുടെയിലാണ് നമ്മൾ ഈ ഒരു വാഹനം കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളൊരു കമൻറ്റും കാര്യങ്ങളും ഇടുക. പോലീസുകാർ പിന്നെ റെസ്ക്യൂ ടീംസും കൂടുതൽ എന്താണ് ഈ വാഹനം വാങ്ങുന്നത് എന്നുള്ളത്. ഞാൻ ചിന്തിച്ചിട്ട് കിട്ടിയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റഫ് ആൻഡ് ടഫ് ലുക്കാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഏത് കാട്ടിലും ചെളിയിലും കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അതും കൂടി ആയിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഒരു പോലീസും റെസ്ക്യൂ ടീമുകളും യൂസ് ചെയ്യുന്നതാണ് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം. അപ്പം അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു ഫാമിലി കാറിലും നമ്മൾ ഈ വാഹനം യൂസ് ചെയ്യുമെങ്കിലും എന്നാലും ഇപ്പോഴും ഭയങ്കര എന്താ പറയുക ഒരു റഫ് ലുക്കിൽ ഈ വാഹനം ഓടിച്ചു നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവർ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പിന്നെ ഈ വാഹനം ഇപ്പോഴും ഇറങ്ങിയ മോഡലിൽ തന്നെ ഒരു മാറ്റങ്ങളും സംഭവിക്കാതെ തന്നെയാണ് ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം ഇഷ്ടപ്പെടുന്നത് ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വന്ന ഒരു കമന്റിൽ ഞാനത് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഒരു വാഹനം കാണുമ്പോൾ നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് നമ്മൾ പോലീസുകാർ, അവരെ വാഹനം വരുമ്പോൾ തന്നെ നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട്. എന്താണ് ഈ ഒരു വാഹനത്തിൽ എന്ന് വെച്ചാൽ ആ ഒരു ലുക്കും കാര്യങ്ങളും നല്ലൊരു എന്താ പറയുക റഫ് ലുക്കുമാണ് കൂടുതൽ ഈ വാഹനത്തിന് ഭംഗി കൂട്ടിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. എനിക്ക് എന്താ പറയുക, എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു വാഹനം തന്നെയാണ് ഒരു ബൊലേറോ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ.
അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പുതിയ ബൊലേറോ 2024 എന്തൊക്കെയാണ് ചേഞ്ചസ് ഒന്നും അങ്ങനെയൊന്നും മാറിയിട്ടൊന്നുമില്ല. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് നമുക്ക് ഈ ഒരു പുതിയ ലോഗോ, ട്വിൻ പീക്കിൻ്റെ പുതിയ ലോഗോയാണ് ഇതിൽ മെയിനായിട്ട് മാറിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബൊലേറോ B6 എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ മോഡലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഫുൾ ഓപ്ഷനിൽ നമുക്കൊരു ഫോഗ് ലാമ്പ് വരില്ല, അത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ അതിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് കാണിച്ചു തരാം. നമുക്കൊരു ഹെഡ്ലൈറ്റിൽ തന്നെ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. നമ്മളൊരു ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഒരു ടേണിംഗ് ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വരുന്നുണ്ട്. പിന്നെ ബൊലേറോയുടെ എന്നും നമ്മൾ കണ്ടുവരുന്ന ഒരു ഗ്രില്ലാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഗ്രേറ്റ് ടൈപ്പുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഹണി കോമ്പിന്റെ ഒരു ഗ്രില്ലും നമുക്കൊരു എയർ ഡാമിന്റെ ഈ ഒരു ഭാഗത്ത് കാണാം. നല്ല അത്യാവശ്യം നല്ലൊരു വലിയൊരു ബമ്പറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഹുഡിന്റെ ഒരു ലൈനും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സ്ട്രോങ് ലൈനും കാര്യങ്ങളാണ് ഈ ഒരു ഹുഡിൽ വരുന്നത്. ഒരു ബോക്സി ടൈപ്പാണ് ആ ലുക്കും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോവാം. നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 15 ഇഞ്ച് ടയറാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്കൊരു വീൽ കപ്പോട് ഉള്ള ഒരു ടയറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലാണ് ഒരു ഗ്രേ ഫിനിഷിംഗ് ഉള്ള ഒരു ഗ്ലാഡിംഗ് പോലത്തെ ഒരു ഭാഗം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേണിംഗ് ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. BS6 എന്ന് പറഞ്ഞ ഒരു ഫുൾ ഓപ്ഷൻ മോഡലാണ്. നമുക്ക് ഒരു ഗ്രാഫിക്കും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്കൊരു ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു മിററാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഡോർ സ്റ്റെപ്പ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നമുക്കിതിൽ പിടിച്ച് കയറിയിട്ട് തന്നെ നമുക്കിതിൽ കയറേണ്ടതാണ്. ഡോർ സ്റ്റെപ്പും കാര്യങ്ങളും നമുക്കിതിൽ വരുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ്ങും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അറിയാം, മഹേന്ദ്രയുടെ വാഹനങ്ങളെല്ലാം നല്ല സ്ട്രോങ്ങും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു നല്ല എന്താ പറയുക വലിയൊരു ബോക്സി ടൈപ്പുള്ള ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിൽ ബൊലേറോ എന്ന് പറഞ്ഞൊരു ബാഡ്ജും B6 എന്ന് പറഞ്ഞൊരു ബാഡ്ജും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു എയർ സ്കൂപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗം വന്നിട്ടുണ്ട്. എയർ സ്കൂപ്പ് ഒന്നും ഇതിൽ വരുന്നില്ല, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗം വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്കൊരു ടെയിൽ ലാമ്പിലേക്കാണ് നമുക്കിത് പോകുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടെയിൽ ലാമ്പും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സ്പെയർ വീല് വരുന്നുണ്ട്. എയറിന് കവർ ചെയ്തിട്ടുള്ളൊരു ട്വിൻ പീക്കിന്റെ ലോഗോ, നമുക്കൊരു ബൊലേറോയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഡോർ സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതിൽ പിടിച്ചാണ് നമുക്കിതിൽ ബാക്കിൽ കയറേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കും ഒരു 375 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ആൾക്ക് മാത്രമായിട്ടാണ് നമുക്ക് ഇതിൽ ഇരിക്കാൻ പറ്റുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇത് കെട്ടിവെച്ചേക്കനെയാണ്, അപ്പോൾ നമ്മൾ തുറക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ ഇന്റീരിയർ എന്ന് പറയുന്നത്. നമ്മുടെ ബൊലേറോയിൽ വരുന്നത് നമുക്കൊരു കോഫി ടൈപ്പുള്ള ഒരു കളറാണ്, നമുക്ക് തീമാണ് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു വുഡൻ ടൈപ്പുള്ളൊരു തീമും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. AC വെന്റിന്റെ ഭാഗത്ത് ഒരു നോർമൽ സ്റ്റീരിയോ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു നോർമൽ സ്റ്റീരിയോ ആണ്. അതുപോലെ തന്നെ AC ആണെങ്കിലും നോർമൽ ആണ് ഇതിൽ വരുന്നത്. പക്ഷേ AC യുടെ കാര്യത്തിൽ ഒരു രക്ഷയിൽ ഭയങ്കര തണുപ്പ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്യാബിൻ മൊത്തം കിട്ടുന്നത്. അത് ഒന്നും പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ഗ്ലോ ബോക്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു 2 സാധനങ്ങൾ മാത്രം വെക്കാവുന്ന ഒരു ഗ്ലോ ബോക്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഡോർ പാനലിലേക്ക് പോകുമ്പോഴും ചെറിയ ഒരു 2 പേപ്പറോ കാര്യങ്ങളോ മാത്രം വെക്കാവുന്നുള്ളൊരു ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ബൊലേറോയിൽ വരുന്നത്. അത് സെൻട്രൽ കൺസോളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 5 സ്പീഡിന്റെ ട്രാൻസ്മിഷൻ ഉള്ള ഒരു ഗിയർ ഷിഫ്റ്റ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 4 പവർ വിൻഡോന്റെ സ്വിച്ചസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെയും ഒരു സ്പേസും കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സീറ്റിന്റെ കാര്യമാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല അപ്പോൾസ്റ്ററി സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. നല്ല കുഷ്യനുള്ള ഒരു സീറ്റും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓടിക്കുമ്പോൾ നമുക്കറിയാം ഒരു ബൊലേറോ ഒരു റഫ് ആൻഡ് ടഫ് ലുക്കുള്ള ഒരു വാഹനമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു വാഹനത്തിന്റെ ഇത്രയും നോർമൽ ഇന്റീരിയറും കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് നോർമൽ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമ്മുടെ ട്വിൻ പീക്കിന്റെ ലോഗോ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മീറ്റർ കൺസോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു നോർമൽ മീറ്റർ കൺസോൾ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്കൊരു അത്യാവശ്യം കാര്യങ്ങൾ ഇൻഫോർമേഷൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷറിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഹസാർഡ് ലൈറ്റിന്റെ ഒരു സ്വിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഒരു നോർമൽ ഇന്റീരിയറും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് ബൊലേറോയുടെ സീറ്റിലും നല്ല അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫോർട്ട്, ഒരു നോർമൽ ആയിട്ടുള്ളൊരു സീറ്റിംഗ് കംഫോർട്ടൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇവിടെ നല്ലൊരു അപ്പോൾസ്റ്ററി സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തും വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്കിത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തുറക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ബൊലേറോയിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഡോർ പാനലിലേക്ക് പോയാൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അവിടെ ഒരു പവർ വിൻഡോസും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലുള്ളവർക്ക്
അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഹുഡനിലെ എഞ്ചിനും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമുക്കൊരു 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ്, നമുക്കൊരു എംബോക്കിൻ്റെ എഞ്ചിനാണ് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ 3 സിലിണ്ടർ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. 1493 cc ആണ് നമുക്കിതിൽ വരുന്നത്. മാക്സിമം പവർ വരുന്നത് 74.96 bhp ആണ് വരുന്നത്. 210 Nm ടോർക്കുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് ബൊലേറോ വരുന്നത് രണ്ടിൻ്റെ പ്രൈസ് വരുന്നത്, നോർമൽ ബൊലേറോയുടെ പ്രൈസ് വരുന്നത് 9,76,000 രൂപയാണ് നമുക്കൊരു എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിയോയിൽ വരുന്നത് 9,94,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മൾ യാർഡിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു വയലാട്ട് മഹേന്ദ്രയുടെ യാർഡാണ് നമുക്കിത് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വയലാട്ട് മഹേന്ദ്രയിൽ കോൺടാക്ട്സും കാര്യങ്ങളും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും വിളിച്ചു ചോദിക്കുക. നിയോ ഒരു രക്ഷയില്ല, കിടിലൻ വണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും നമ്മൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ഒരു ചേട്ടൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. നമുക്ക് ഈ രണ്ട് വാഹനം കസ്റ്റമർ ഓൾറെഡി ബുക്ക് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നമുക്കത് പുറത്തേക്ക് ഇറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സ്പീഡിൽ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.